വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദ ദക്ഷം നമാമിം. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഈ അദ്വൈതാമൃതധാര കുടുംബാംഗങ്ങൾക്കും നൂറായിരം സുപ്രഭാത വന്ദനം. വളരെ അത്യാനന്ദത്തോടു കൂടിയാണ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കും എനിക്ക് കടന്നു വരാൻ സാധിച്ചത്. വന്ദേ ഗുരുപരമ്പരാം. ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ മുൻ ശബരിമല മേശാന്തിയും ശംഭുവാദ്യാരും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ പിതാജിയുടെ അനുഗ്രഹം, ഒപ്പം സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി തപോവനാനന്ദ സ്വാമികളിലെത്തി ചിന്മയാനന്ദ മഹാരാജിലൂടെ അസ്മദാചാര്യ പര്യന്തം എൻ്റെ ഗുരുവിലെത്തിയ ആ പരമ്പരകളുടെ അനുഗ്രഹം. അപ്പോൾ എന്താണ് അനുഗ്രഹം? കൂട്ടത്തിൽ ഗ്രഹിക്കാനുള്ള അറിവ്, കൂട്ടത്തിൽ അറിയാനുള്ള അനുഗ്രഹം. കൂട്ടത്തിൽ അറിയാനുള്ള ഗ്രഹിക്കാനുള്ള കഴിവിനെയാണ് അനുഗ്രഹം. അല്ലാതെ 1.5 കിലോ മേടിക്കുക, അല്ലെങ്കിൽ 1.5 ലിറ്റർ മേടിക്കുക, അല്ലെങ്കിൽ 100 ഗ്രാം മേടിക്കുക, ഇതൊന്നും അല്ല. വെറുതെ ഫ്രീ ആയിട്ട് അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല അനുഗ്രഹം. മറിച്ച് അനു എന്ന് പറഞ്ഞാൽ അംബ്ലിക്കൻ കോഡ് എന്ന അർത്ഥം, പൊക്കിൾക്കൊടി പോലെ കൂട്ടത്തിൽ നാം ഗ്രഹിക്കേണ്ടത് എന്താണോ, അറിയേണ്ടത് എന്താണോ അനുഗ്രഹം. അപ്പോൾ എന്തുകൊണ്ട് ഇത് അറിയേണ്ടത് എന്താണ്? ഏവം പരമ്പരാപ്രാപ്തം. പരമ്പരയായി സദാശിവനിൽ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ ഏവം പരമ്പരാപ്രാപ്തം. പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ പറയുന്നു, ഏവം പരമ്പരാപ്രാപ്തം. പരമ്പരയായി ഇത് അറിഞ്ഞ് അനുഭവിക്കേണ്ടതാണ്. എന്ത്? സന്തോഷകരമായ, ആനന്ദകരമായ, സംതൃപ്തമായ ഒരു ജീവിതം. നമ്മുടെ വ്യക്തി ജീവിതം അടിപൊളിയായി ആസ്വാദ്യകരമായി കൊണ്ട് നടക്കണം. എന്ത്? ഓരോ നിമിഷവും ജീവിതം ആസ്വാദ്യകരമായി കൊണ്ട് നടക്കാൻ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന ധർമ്മശാസ്ത്രമാണ് വേദങ്ങൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഭാഗവതം. അപ്പോൾ നമ്മുടെ ഭാര്യയോടൊപ്പമുള്ള ഓരോ നിമിഷവും നമ്മുടെ ജീവിതം, നമ്മുടെ ഭർത്താവിനോടൊപ്പമുള്ള ഓരോ നിമിഷവും ജീവിതം, നമ്മുടെ മക്കളോടൊപ്പമുള്ള ഓരോ സെക്കൻഡുകളും ജീവിതം, നമ്മുടെ അച്ഛനോടൊപ്പമുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ അമ്മയോടൊപ്പമുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരിമാരോടൊപ്പമുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ സഹോദരൻ്റെ ഒപ്പമുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ കൂട്ടുകാരോടും കൂട്ടുകാരികളോടും ഒപ്പമുള്ള നമ്മുടെ ജീവിതം, ഫേസ്ബുക്കിലൂടെ തോണ്ടി വിടുമ്പോഴൊപ്പമുള്ള നമ്മുടെ ജീവിതം, വാട്സാപ്പിലൂടെ ഓരോ മെസ്സേജുകൾ അയക്കുമ്പോഴുള്ള നമ്മുടെ ജീവിതം എന്തായിരിക്കണം? ആസ്വാദ്യകരമാക്കണം, സന്തോഷകരമാക്കണം, അടിപൊളിയായിരിക്കണം. ഇതാഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. അതിന് നാം എന്തു ചെയ്യണം? നാം സ്വയം ഉയരണം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. പഠിക്കാതെ ഒന്നുമില്ല. ജ്ഞാനേന സദൃശം അറിവിന് തുല്യമായി പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. വെറുതെ ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല. 5 വർഷം MBBS പഠിക്കണം. അത് കഴിഞ്ഞ് PGക്ക് 2 വർഷം കഴിയണം. അത് കഴിഞ്ഞ് വീണ്ടും 3 വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക്. ഇങ്ങനെ 10 വർഷം പഠിച്ചാലാണ് ഒരു നല്ല ഡോക്ടർ ആവണം. അത് എൻജിനീയറിംഗ് ആയാലും ശരി, 5 വർഷം BTechന് പഠിക്കണം, പിന്നെ 2 വർഷം MTechന് പഠിക്കണം. ഇങ്ങനെ ധാരാളം പഠിക്കാതെ ഒന്നും ആവില്ല. അപ്പോൾ പഠിക്കണം. പഠിപ്പു തന്നെ മനുജന്നു ഭൂഷണം. ഉടുപ്പു ഭൂഷാദികളൊന്നുമല്ല. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ വസ്ത്രം എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഉടുപ്പ് തന്നെ മനുജന്നു ഭൂഷണം. അല്ല,
പഠിപ്പ് തന്നെ മനുജന് പോഷണം. അപ്പോൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മസ്തകത്തിലാക്കണം. മസ്തകത്തിലാക്കി അത് പ്രാക്ടിക്കൽ. വേദോ നിത്യമധീയതാം തതു ദിനകർമ്മസ്യനുഷ്ഠീയതാം. വേദം നിത്യേന പഠിക്കണം. ഈ പഠിച്ച വേദങ്ങളിൽ പറഞ്ഞത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നോക്കൂ, സർവവേദ സാര സംഗ്രഹ സംഭൂതമാണ് ഭഗവത്ഗീത. ശ്രീശങ്കര ഭഗവത്പാദര ഭാഷ്യം തന്നതുകൊണ്ടാണ് നമ്മളതിന് 4 വാക്ക് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രാക്ടിക്കൽ വിസ്ഡമാണ്. കുരുക്ഷേത്ര യുദ്ധമധ്യത്തിങ്കിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്, ധർമ്മയുദ്ധമാണ്. അതിന് ജഗതീശ്വരനായ പരമേശ്വരനായ മഹാവിഷ്ണു പൂർണ്ണാവതാരം എടുത്തിരിക്കുകയാണ്. എന്താണ് പൂർണ്ണാവതാരം? മറ്റൊന്നുമല്ല, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. താപത്രയ വിനാശായ 3 രീതിയിലുള്ള ദുഃഖങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഈ 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ. സ്വാമിജന്മയാനന്ദ മഹാരാജ് പറയുന്നതൊക്കെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ. ശരീരമനോബുദ്ധികളിലുള്ള ദുഃഖങ്ങളിൽ മുങ്ങിക്കുളിക്കുകയാണ് നമ്മളിപ്പോൾ. അതാണ് നമ്മുടെ ഈ ആധുനിക മനുഷ്യന്റെ ജീവിതം. ഇതിൽ നിന്നും മുക്തി തേടാൻ വേണ്ടി ബിവറേജസ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുകയാണ് ആധുനിക യുവത്വം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിലെയും മുങ്ങിക്കുളിക്കുകയാണ് ആധുനിക യുവത്വം. അപ്പോൾ ഇവയിൽ മുങ്ങിക്കുളിക്കാതെ തന്നെ അവയേക്കാൾ വലിയ സന്തോഷം, ആനന്ദം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ദുഃഖങ്ങളെ ഉന്മൂലന സിദ്ധാന്തം എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഒറ്റപ്പെടുത്തുകയും തകർന്ന് തരിപ്പണമായി നശിക്കുകയും ചെയ്യുന്ന നാം കാണുന്നുണ്ട്. ക്രിയേറ്റീവ് ആറ്റിറ്റ്യൂഡും ക്രിയേറ്റീവ് മൈൻഡും ഒരു നിർമ്മാണ പ്രവർത്തനവും വികസന പ്രവർത്തനങ്ങളും വിഷനും മിഷനുമാകുന്ന പാർട്ടികളൊക്കെ വൻ വിജയത്തിലേക്ക് പോകുന്നതും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഉന്മൂലന സിദ്ധാന്തം, ദുഃഖത്തിൻ്റെ ഉന്മൂലന സിദ്ധാന്തം, ഏക സൊല്യൂഷൻ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിന് മാത്രമാണ്. കാരണം ഇത് മാതാജിയാണ്, ഭഗവത്ഗീത മാതാജിയാണ്. ഈ ഭഗവത്ഗീത മാതാവിൻ്റെ സ്നേഹദുഗ്ധമാണ് നമുക്ക് കിട്ടുന്നത്. ആ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യത്തിൻ്റെ ശ്രേഷ്ഠതയല്ലേ നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധം, നമ്മുടെ ശരീരം, നമ്മുടെ എല്ലാം നമുക്ക് നമ്മുടെ അമ്മ സംഭാവന നൽകിയതല്ലേ. ആ അമ്മ സംഭാവന നൽകിയ ശരീരത്തിൽ ഭഗവത്ഗീത മാതാവ് കരുത്തുള്ള ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നു. ശക്തരിൽ അതിശക്തമായ മനക്കരുത്ത് നമുക്ക് നേടിത്തരുന്നു. ജീവിതത്തെ അഭിമുഖീകരിക്കാനും പ്രശ്നസങ്കുലിതമായ മനസ്സ്, ദുഃഖദുരിതപൂരിതമായ മനസ്സിനെ തരംതിരിച്ചു വിടാൻ ഈ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുന്നു. ദുഃഖവും ദുരിതവും ഇല്ലാതിരിക്കണമേ എന്നല്ലേ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക? ഭഗവാനോടല്ല, ഒരു ദൈവത്തോടും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തമായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവയെ തരംതിരിച്ചു വിടണം. ഇതാണ് ജപശക്തി. നോക്കൂ, ചെറിയ കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ കരയുമ്പോൾ അമ്മ ഓടി വന്ന് ഉടനെ അമ്മിഞ്ഞെടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മളെ കരച്ചിൽ നിർത്ത്, ശ്രദ്ധ അങ്ങോട്ട് പോയി, അമ്മിഞ്ഞയിലോട്ട് പോയി. കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതിരിക്കാൻ പുറത്ത് വരുമ്പോൾ കാക്കയെയും പൂച്ചയെയും കാട്ടി പാട്ടൊക്കെ പാടി മനസ്സ് അങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ കുട്ടികൾ ധാരാളം ഭക്ഷണം കഴിക്കും. ഇതുപോലെ നമ്മുടെ ദുഃഖത്തെയും ദുരിതത്തെയും അറുതി വരുത്താനല്ല, തരംതിരിച്ചു വിടാൻ ബ്രാഹ്മേ മുഹൂർത്തമുത്തായ കൃതി ശൈവ ശുചിശ്രവ. അതിരാവിലെ എഴുന്നേറ്റ് കുളിയും നിത്യകർമ്മങ്ങളും യോഗയും ചെയ്തതിന് ശേഷം ഇത്തിരി ജപം, വിഷ്ണു സഹസ്രനാമം നാം എല്ലാ ദിവസവും ജപിക്കണം. ഈ ജപ ശക്തി നമ്മുടെ കുടുംബത്തിൽ സ്പ്രെഡാവണം. നമ്മുടെ ഭർത്താവ് ഇത് കേട്ട് പഠിക്കണം, നമ്മുടെ മക്കൾ ഇത് കേട്ട് പഠിക്കണം. അപ്പോൾ ഈ ജപത്തിലേക്ക് വിഷ്ണു സഹസ്രനാമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാമം ജപിക്കുക. ആ നാമം നിരന്തരം ജപിക്കുമ്പോൾ അതിലൊരു ജപലയമുണ്ടാവും. ആ
ജപത്തിൽ ഒരു ഒരു ലഹരി ഉണ്ടാവും. ആ ലഹരി എന്താകും? നമ്മൾ ഷോക്കടിക്കുന്ന ഒരു ആക്ഷനില്ലേ, ആകാശത്ത് മിന്നുള്ളതുപോലെ ഒരു ചെറിയ ലഹരി. ആ ലഹരിയെ വികസിപ്പിച്ച് 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 സന്തോഷത്തിൻ്റെ അത്യുജ്വലമായ ഗിരിശൃംഖങ്ങൾ നാം കീഴടക്കണം. അതിന് ഈ ജപത്തിലേക്ക് തിരിച്ചുവിട്ട മനസ്സിനെ, ജപത്തിലേക്ക് തരംതിരിച്ചു വിടുന്ന മനസ്സിനെ അതേ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖം കടന്നു വരുമ്പോൾ സന്തോഷത്തിലേക്ക് തിരിച്ചുവിടാൻ വളരെ എളുപ്പമായി മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കള്ളത്തരത്തിന് ഈസി ആയിട്ട് മനസ്സിനെ തിരിച്ചുവിടുന്നുണ്ട്. കൊള്ളയ്ക്ക്, ചതി, വ്യഭിചാരം, വഞ്ചന, മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ മുതലായ വഴിയിലേക്ക് ഈസിയായി മനസ്സിനെ തരംതിരിച്ചു വിടുന്നത് പോലെ വളരെ ഈസിയാണ് സന്തോഷത്തിലേക്ക്, പരമാനന്ദ സമ്പുളതയിലേക്ക് മനസ്സിനെ തരംതിരിച്ചു വിടാൻ നമ്മെ പഠിപ്പിക്കുന്ന ധർമ്മശാസ്ത്രമാണ് ഭഗവത്ഗീത. അത് നമ്മെ പഠിപ്പിക്കുന്ന ആചാര്യനാണ് പൂർണ്ണാവതാരമായ കൃഷ്ണൻ. ആരോടാണ് പറയുന്നത്? അർജുനനോടാണ് പറയുന്നത്. ആരാണ് ഈ അർജുനൻ? ഹൂ ഈസ് അർജുനൻ? ഒന്നുമല്ല, പാഞ്ചാലിയുടെ ശരണമയ്യപ്പ കുന്തിക്കാ ഭേട്ട, കുന്തിയുടെ പുത്രനാണ്, പാഞ്ചാലിയുടെ ഭർത്താവാണ്. ഈ അർജുനനെയല്ല, ഈ അർജുനൻ്റെ സവിശേഷതകളാണ്, വ്യക്തിത്വമാണ് നമ്മളെ ഹഠാത് ആകർഷിക്കുന്നത്. എന്താണ്? സ്ട്രൈറ്റ് ഫോർവേഡ്നെസ് എന്നുള്ളതാണ്, നേരെ ചൊവ്വേ എന്നുള്ളതാണ് അർജുനൻ എന്താ വാക്കിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞ ദുശീലങ്ങളില്ലാത്ത വ്യക്തിത്വത്തെയാണ് അർജുനൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർജവമുള്ളവൻ, മനോബലമുള്ളവൻ, നന്മ കാണുകയും നന്മ ചിന്തിക്കുകയും നന്മ പറയുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാരാണ്? അവനാണ് അർജുനൻ. ഈ അർജുനൻ എങ്ങനെ ഈ നിലയിലേക്ക് മോക്ഷസന്യാസ യോഗത്തിലേക്ക് ഉയർന്നത്? അർജുന വിഷാദ യോഗത്തിൽ നിന്നും മോക്ഷസന്യാസ യോഗത്തിലേക്ക് ഉയർന്നത് ശ്രീകൃഷ്ണ പരമാത്മാവ് കാണിച്ചു കൊടുത്ത ജീവിത ഗന്ധങ്ങൾ, ജീവിത അനുഭവങ്ങൾ, അതാണ് ഭഗവത്ഗീത. ഇതിലൂടെയാണ് കൃഷ്ണൻ ആ നിലയിലേക്ക് എത്തിയത്. ആ കള്ളക്കണ്ണൻ്റെ ജീവിതചര്യകളാണ് ആ 124 വർഷം ആചരിച്ചു കാണിച്ചു തന്ന ആചാരങ്ങളാണ്, ആ കള്ളക്കണ്ണൻ്റെ ചിന്തകളാണ്. ആ കള്ളക്കണ്ണൻ, ഈ കുറേ പ്രാവശ്യമല്ല കള്ളക്കണ്ണൻ ആരാണ് കണ്ണൻ? നമുക്കൊക്കെ കണ്ണുണ്ട്, പക്ഷേ കണ്ണൻ്റെ പ്രത്യേകതയാണ് ജ്ഞാനക്കണ്ണാണ്, അറിവാകുന്ന കണ്ണാണ്, ബോധചക്ഷുഷ, ബോധമാകുന്ന കണ്ണാണ്. ഇതാണ് ദിവ്യചക്ഷുഷ, ദിവ്യമാകുന്ന ചക്ഷുഷ. ആ ചക്ഷുഷ, ആ ദിവ്യചക്ഷുഷ, ആ ബോധചക്ഷുഷ, ആ ജ്ഞാനക്കണ്ണ് നമ്മുടെയൊക്കെ കണ്ണായി മാറുമ്പോഴാണ് നമ്മുടെ കണ്ണിനകത്ത് ഒളിച്ചിരിക്കുന്ന കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, ഭഗവത്ഗീത എന്ന വാക്കിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള വാലാണ് ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും, ടോർച്ചിനകത്തുള്ള ബാറ്ററി ടോർച്ചടിച്ചാൽ കാണാൻ സാധിക്കില്ല, അത് തുറന്ന് തൊട്ട് നോക്കണം. അതുപോലെ ഭഗവത്ഗീത തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10ാമത്തെ അധ്യായം കഴിഞ്ഞ 11ാം അധ്യായത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. 11ാം അധ്യായത്തിൽ എന്താണ്? വിശ്വരൂപ ദർശന യോഗത്തിൽ നമുക്ക് ഭംഗിയായിട്ട് ഭഗവാൻ പറയുന്നു. 11ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം ഭഗവാൻ എന്താ പറഞ്ഞത്? ഇവിടെയാണ് ഈ അറിവിൻ്റെ പരമാനന്ദത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഭഗവാന്റെ സ്നേഹം പച്ച മലയാളം പോലെയാണ്. ഭഗവാൻ നമ്മളോട് ഇത് പറയുന്നു, നാതുമാം ശക്യസേ ദൃഷ്ടോ മനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. നാതുമാം ശക്യസേ ദൃഷ്ടോ മനേനൈവ സ്വചക്ഷുഷാ
ധിയം ദദാമി തേ ചക്ഷു പശ്യ മേ യോഗമൈശ്വര തു അനേന സ്വചക്ഷുഷാ. കുടുംബ ഐശ്വര്യമന്ത്രം എന്നുള്ളതാണ് ജ്ഞാനികൾ ഇതിനെ പറയുന്നത്. കാരണം യഥോ ദൃഷ്ടി തതോ സൃഷ്ടി, യഥോ മന തതോ ദൃഷ്ടി, യഥോ ദൃഷ്ടി തതോ സൃഷ്ടി. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഇതിനെ കുടുംബ ഐശ്വര്യമന്ത്രം എന്ന പേരിൽ അറിയുന്നത്. തു അനേന സ്വചക്ഷുഷ ഏവ, എന്നാൽ നിന്റെ ബാഹ്യചക്ഷുഷ കൊണ്ട് മാത്രം നീ മാം ദൃഷ്ടും ന ശക്യസേ, നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല, നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ അമ്പലം കാണാം, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണാം, ദീപങ്ങൾ കാണാം. ഈ ഗുരുവായൂരപ്പ വിഗ്രഹത്തിലൂടെ ആ ഗുരുവായൂരപ്പ ചൈതന്യം ഉള്ളിൽ ആവാഹിച്ചു കഴിഞ്ഞ ഉടനെ നേരെ ബുക്ക് സ്റ്റാളിൽ പോകണം, ഒരു ഭഗവത്ഗീത വാങ്ങിച്ചു കൊണ്ടുവരണം. ആ നിമിഷം മുതൽ അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഏത്? നിങ്ങൾ തുടങ്ങണം. ഭഗവത്ഗീതയുടെ ആദ്യക്ഷരം മുതൽ മേലോട്ട് തയ്യാറാകണം. ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മുന്നോട്ട് ജീവിതത്തെ നിലക്ക് നിർത്താനും ഓരോ നിമിഷം ആസ്വാദ്യകരമാക്കാനുമാണ് കൃഷ്ണൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തേ ദിവ്യം ചക്ഷു ദദാമി, അങ്ങനെയാകുമ്പോൾ നിനക്ക് ദിവ്യ ചക്ഷുഷ് ഞാൻ തരാം. ഇതാണ് മോദിക്ക ഗ്യാരണ്ടി, ഇതാണ് കൃഷ്ണന്റെ ഗ്യാരണ്ടി. ഏതാണ്? നതുമാം ശക്യസേ ദുഷ്ടു മനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷു. നിനക്കു ഞാൻ ദിവ്യമായ ഒരു ചക്ഷുഷ തരുന്നുണ്ട്. എന്താണ് ആ ചക്ഷുഷ? മേ ഐശ്വര്യം യോഗ പശ്യതി, മേ ഐശ്വര്യം യോഗ പശ്യതി. എൻ്റെ ഐശ്വര്യമായ യോഗം നീ കണ്ടാലും. അപ്പോൾ എൻ്റെ ഐശ്വര്യപ്രദമായ യോഗ നീ കണ്ടാലും. എന്താണ്? നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ധ്യാനത്തിലൊക്കെ യോഗി ധ്യാനഗമ്യം, എല്ലാവരും സംതൃപ്തമായ ജീവിതം നയിച്ചുകൊണ്ട് യോഗികളായി മാറണം. അപ്പോൾ ആ യോഗിയുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ ഈ ആകാശത്ത് സൂര്യൻ ഉയർന്ന ആ സൂര്യനെ പോലെ, ആകാശത്ത് സൂര്യനെ പോലെ അവനവൻ്റെ ഹൃദയത്തിൽ വ്യക്തമായും ശുദ്ധമായും അത് തെളിഞ്ഞ് കാണാം. എന്ത്? ആ ജീവിതത്തെ സ്നേഹിക്കുന്ന വ്യക്തിത്വത്തെ. ഭഗവാൻ മറ്റൊരവസരത്തിൽ പറയുന്നു, നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃത മൂഢോയം നാഭിജാധാനി നാഭിജാനാതി ലോകോ മജമൗവ്യയം. നാഹം പ്രകാശ സർവസ്യ, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റില്ല. എല്ലാവർക്കും വിഗ്രഹം കാണാം, ഈ കാണുന്നതൊക്കെ കാണാം, എന്നെ കാണാൻ പറ്റില്ല. മൂഢോയം നാഭിജാനാതി ലോകോമാ മജമവ്യയം. ഞാൻ ജനിക്കാത്തവനും അവ്യയനുമായി ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യമായി കാണാൻ വിഷ്ണുവിൻ്റെ വ്യാപ്നോ ദിവ്യേ വേഷ്ടി ഇതി വിഷ്ണു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിക്കുകയും നിലനിൽക്കുകയും അതിൻ്റെ അന്തരാമിയായി നിലനിൽക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തെ അതാണ് ഞാൻ. അതാണ് വിഗ്രഹരൂപത്തിൽ ഗുരുവായൂരപ്പനെ നാം തൊഴുന്നത്. ഇത് കാണാൻ നിന്റെ കണ്ണ് ഞാനാകുന്നു. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം പറയുന്നു, നിന്റെ കണ്ണ് ഞാനാകുന്നു. ദിവ്യം ദദാമി തേ ചക്ഷു. അപ്പോൾ സർവജ്ഞനായ ഭഗവാൻ
എല്ലാം അറിയുന്ന ഭഗവാൻ പറയുന്നു, ദിവ്യം ദദാമിതേ ചക്ഷു, നിനക്ക് ഞാൻ എൻ്റെ ഈ കണ്ണ് തരുന്നു. എന്തിന്? അറിവാകുന്ന കണ്ണ്. വിശദചക്ഷുരുത വിശദോ മുഖ വിശദോ ഹസ്ത ഉത വിശ്വതസ്പാ. നമ്മൾ പുരുഷ സൂക്തത്തിൽ പഠിച്ചില്ലേ? വിശ്വമാകുന്ന മുഖം, വിശ്വമാകുന്ന കണ്ണ്, സർവ്വതും അറിയിക്കുകയും കാണുകയും കേൾപ്പിക്കുകയും രുചിക്കുകയും മണപ്പിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്തുകൊണ്ട്, അതിനാൽ നന്മ കാണാനുള്ള ഈ ഉൾക്കാഴ്ച, നന്മ കാണാനുള്ള ഈ കണ്ണ് എല്ലാ നെഗറ്റീവിനെയും തൃണവൽക്കരിച്ചുകൊണ്ട്, എല്ലാ ആസുരീകതയും തൃണവൽക്കരിച്ചുകൊണ്ട്, എല്ലാ ദുഃഖത്തെയും പിഴുതെറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് കാണാനായിക്കൊണ്ട് നിനക്കു ഞാൻ ഇതാ നന്മ കാണാൻ ഇതാ ഒരു ചക്ഷുസ് തരുന്നു. അപ്പോൾ പ്രേമസ്വരൂപനായ ഭഗവാന്റെ, പ്രേമഭാജ്യമായ ആ ഭഗവാന്റെ സ്നേഹമസൃണിതമായ ഈ വാക്ക് കാണാതിരിക്കരുത്, കേൾക്കാതിരിക്കരുത്. ആ കണ്ണുകൊണ്ട് കാണണം. എന്ത്? നന്മ കാണാനാണ് ഒരു ജീവിതം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. വേദങ്ങൾ പറഞ്ഞു, ഭദ്രം കർണേഭി ശൃണുയാമയാമ ഭദ്രം പശ്യമക്ഷഭിര്യജത്ര സ്ഥിരൈരംഗസ്തുഷ്ടാംശ വ്യസേമ ദേവഹിതം യദായു. ഭഗവാൻ നൽകിയ വ്യസേമ ദേവഹിതം യദായു, ആ അവസാന നിമിഷം വരെ ഭദ്രം കർണേഭി പശ്യന്താം, നല്ലത് കാണാനും, ഭദ്രം പശ്യമക്ഷഭിര്യജത്ര, കണ്ണുകൊണ്ട് നന്മ കാണാനും, കണ്ണുകൊണ്ട് നന്മ കാണാനും നന്മ പറയാനുമാണ് ഈ നാക്ക് നമുക്ക് നൽകുന്നത്. അപ്പോൾ നല്ലത് ചിന്തിക്കാനും, നല്ലത് പറയാനും, നല്ല പ്രവൃത്തികൾ ചെയ്യാനും, സുഗന്ധം പരത്താനും, സുഗന്ധം വമിപ്പിക്കാനും, സ്നേഹം അനുഭവിക്കാനും, സ്നേഹം കൊടുക്കാനും ഭഗവാനാകുന്ന ഇവിടെ ശ്രദ്ധിക്കണം, ദിവ്യം ദദാമിതേ ചക്ഷു. എന്ത്? പശ്യമേ യോഗമൈശ്വര്യം. ഈ പ്രപഞ്ചത്തിലെ ഭഗവാനാകുന്ന ഐശ്വര്യത്തെ കാണാനും, പ്രപഞ്ചത്തിലെ യോഗമാകുന്ന ഐശ്വര്യം അനുഭവിക്കാനും, ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നേടിയെടുക്കാനാണ് ഈ ധർമ്മശാസ്ത്രം ജീവിതത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വരീയമായ കൃഷ്ണനാകുന്ന ഐശ്വര്യം ജീവിതത്തിലെ എല്ലാ പുരുഷാർത്ഥങ്ങളും നേടിയെടുക്കാൻ ഈ ഭഗവത്ഗീത പഠനത്തിലൂടെ ഭഗവാൻ നമ്മെ ഉയർത്തും. സത്യം പരം ധീമഹി, ഇതാണ് ഭഗവാന് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം, ഈ ധർമ്മശാസ്ത്രം പഠിക്കണം, ഈ ചാനൽ കേൾക്കണം, അറിയണം, അതിൻ്റെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. എന്തിനാണ്? ഇതിനകത്തുള്ള മുത്തും പവിഴങ്ങളും 18 വിഭവ സമൃദ്ധമായ 18 കറികളുള്ള ഈ സദ്യ നാം കഴിക്കണം, നാം മറ്റുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കണം. എന്തിനാണ്? നമ്മളെല്ലാ വ്യക്തികളും ഒരു ലോകമേ തറവാട് തനിക്ക് പൂക്കളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ. ആ കുടുംബത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും സന്തോഷത്തോടു കൂടിയുള്ള, ആനന്ദത്തോടു കൂടിയുള്ള ഒരു ജീവിതം. അതിനാണ് ഭഗവത്ഗീതാ പഠനം. ഇത് എല്ലാവർക്കും അനുഭവഭേദ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.